ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിനീസ്ഡൈൻ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് സിമ്പിളായിട്ടും ഈസി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മട്ടൻ ദം ബിരിയാണിയാണ്. അതിനായിട്ട് ബിരിയാണി പോട്ട് വെച്ച് നന്നായി ചൂടായി വന്നപ്പോൾ അതിലേക്ക് 4 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തു. സൺഫ്ലവർ ഓയിലോ ഡാൽഡയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ നെയ്യിലാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ ശുദ്ധമായ നെയ്യാണ്. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ജിഞ്ചറിൻ്റെയും ഗാർലിക്കിൻ്റെയൊക്കെ പച്ചച്ചുവയൊന്ന് മാറി നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അതുവരെ നമുക്കൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം. ഇപ്പം ജിഞ്ചറും ഗാർലിക്കും ഒക്കെ നന്നായിട്ടൊന്ന് മൂത്ത് നല്ല ഒരു സ്മെല്ല് വരുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 12 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതൊരു 650 ഗ്രാം മട്ടനാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടുന്നതാണ്. അപ്പോൾ എരിവിനനുസരിച്ച് നിങ്ങൾ കൂട്ടിയോ കുറച്ചൊക്കെ എടുക്കാം. പച്ചമുളകിൻ്റെ പച്ചച്ചുവ മാറുന്നവരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തു. നെയ്യിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ പച്ചമുളക് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് സവാളയാണ്. 2 വലിയ സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് സവാള നന്നായി വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള അത്യാവശ്യം നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ ടൊമാറ്റോയാണ്. ടൊമാറ്റോനെ നീളത്തിൽ കനം കുറച്ച് കട്ട് ചെയ്തതാണ്. 1 2 വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ചേർക്കുന്നുള്ളൂ. 1 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇപ്പോൾ തക്കാളിയും നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുത്തു. മഞ്ഞളിൻ്റെ പച്ചച്ചുവയൊന്ന് മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്നര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തു. നമ്മൾ തന്നെ തയ്യാറാക്കിയ ഗരം മസാലയാണ്. ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു പിടി മല്ലിയില അരിഞ്ഞതും 1 പിടി പുതിനയില അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ്. 3 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈരാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കേടും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുവാണ്. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൻ ചേർത്ത് കൊടുക്കാം. ഇതൊരു 650 ഗ്രാം മട്ടനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എല്ലോട് കൂടിയ മട്ടനാണ്. അതിൽ 1/2 ടീസ്പൂൺ ഉപ്പ് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് വേവിച്ചതാണ്. ആ വെള്ളം അത് മട്ടനിൽ നിന്ന് വന്ന വെള്ളമാണ്. അതുകൂടെ ചേർത്ത് വറ്റുന്ന വരെ നമുക്ക് മസാല ഒന്ന് വേവിച്ചെടുക്കണം. അപ്പം
ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. വെള്ളം വറ്റി വരുന്നിടം വരെ മസാലയിൽ കിടന്ന് നന്നായിട്ട് മൂക്കുമ്പോൾ മട്ടണിലേക്ക് എരിവൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് കൈമ റൈസ് വേവിച്ച് കോരിയെടുത്തതാണ്. ഹോൾ സ്പൈസസും ഒക്കെ ചേർത്ത് പട്ടയും ഗ്രാമ്പും ഏലക്കയൊക്കെ ചേർത്ത് വെള്ളത്തിൽ ചേർത്ത് വേവിച്ച് കോരിയെടുത്തതാണ്. അതിൻ്റെ പകുതി ചേർത്ത് കൊടുക്കുകയാണ്. മസാലയുടെ മുകളിലേക്ക് വേവിച്ച റൈസിൻ്റെ പകുതി ചേർത്ത് കൊടുത്തു. ഇനി കൊറിയൻഡർ ലീവ്സും മിൻറ്റ് ലീവ്സും കട്ട് ചെയ്തത് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ഗരം മസാലയും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് ഗീയും അവിടെ ഇവിടെ ആയിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യാം. ഇനി നമ്മൾ ബാക്കി റൈസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതുപോലെ തന്നെ മല്ലിയിലയും പുതിനയിലയും കട്ട് ചെയ്തത് കുറേശ്ശെ ഇട്ട് കൊടുക്കുക. ഗരം മസാല ചേർത്ത് കൊടുക്കാം. കുറച്ച് ഗീയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലാക്കി ഒരു 25 മിനിറ്റ് വരെ ഞാൻ ഒന്ന് വേവിച്ചെടുത്തു, അതായത് ദമ്മിട്ടു. അപ്പോൾ അതിൻ്റെ അടിയിൽ വേണമെങ്കിൽ ഒരു പാൻ വെച്ച് കൊടുക്കുക, ഈ ബിരിയാണി പോട്ടിൻ്റെ അടിയിൽ. അല്ലാന്നുണ്ടെങ്കിൽ ഞാനിത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തു, ഒരു സ്ഥലത്ത് തന്നെ തീ നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി അടച്ചു വെച്ച് ഞാനൊരു 25 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതാ നോക്കിക്കേ, നന്നായിട്ട് ആവിയൊക്കെ വന്ന് നമ്മുടെ മട്ടൻ ബിരിയാണി റെഡിയായി വന്നിട്ടുണ്ട്. നല്ലൊരു മണമാണ് വരുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണി ആയിരുന്നു. റെഡ് ചില്ലി പൗഡർ ഒന്നും ചേർക്കാതെ ഗ്രീൻ ചില്ലി മാത്രമാണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എന്നാൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് എടുക്കാം. നോക്കിക്കേ, കാണാൻ വളരെ ഭംഗിയില്ലേ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും ഒണിയനും ഒക്കെ നെയ്യിൽ വറുത്തിട്ട് ഉപയോഗിക്കാം. ഞാനിന്ന് അതൊന്നും ചെയ്യുന്നില്ല. അത്യാവശ്യത്തിന് നെയ്യൊക്കെ ചേർന്നാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ തന്നെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് കേട്ടോ. എന്തായാലും എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ, ഇഷ്ടമാകും. വീണ്ടും നല്ല വീഡിയോയുമായി കാണാം. സ്റ്റേ സേഫ്, സ്റ്റേ ഹാപ്പി. ബൈ ബൈ.